സോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. ആൻഡ് ഗൈസ്, നമ്മൾ ഇന്ന് മുതൽ ഫ്രീ ഫയറും കൂടെ കളിക്കാൻ വേണ്ടി പോവാണ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്രീ ഫയറും കൂടെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി മുതൽ ഫ്രീ ഫയറിൻ്റെ കണ്ടൻറ്റുകളും ഉണ്ടാവുമായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രീ ഫയറിന് വേണ്ടിയിട്ട്. ആൻഡ് അതിൻ്റെ പേരും ആസ്ട്രിക്സ് ഗെയിമർ എന്നാണ്, _ഗെയിമർ. സോ കളിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ പെട്ടെന്ന് എൻ്റെ ഐഡിയ അടിച്ചോ, ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചോ. സോ ജസ്റ്റ് ഒന്ന് മെസ്സേജും കൂടെ അയക്കാം. ഓക്കെ, സോ ഇന്ന് മുതൽ നമ്മൾ എന്താണ് ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ റാങ്ക് ഒന്ന് അടിപൊളിയായിട്ട് പുഷ് ചെയ്യണം. സോ സ്റ്റാർട്ടിങ് ആണ്, ന്യൂബാണിപ്പോൾ, ഒരു ന്യൂബിയാണ്. അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് കളിച്ചിട്ടുമില്ല. ഇപ്പോൾ പുതിയ എന്തൊക്കെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഫ്രീ ഫയറിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ റാങ്ക് പുഷ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ന്യൂബി എന്നുള്ള സംഭവം വന്നുകൊണ്ട് തന്നെ നമുക്ക് റാങ്ക്ഡ് ഗെയിംസ് കളിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ നോർമലായിട്ടൊരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഗെയിം കണ്ടിട്ട് വാ. ഓക്കെ, പ്ലെയിനൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ബെർമുഡ മാപ്പ് തന്നെയാണ് പണ്ടത്തെ പോലെ തന്നെ. ആൻഡ് ഇതിലിപ്പോൾ എന്താ വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ സ്കില്ലിൻ്റെ കാര്യത്തിൽ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ആൻഡ് ഞാൻ എന്നും ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഇറങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയേക്കാം. സ്റ്റാർട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ നാളായിട്ട് കളിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് അറിയൊന്നുമില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ചൊക്കെ വിട്ടു ഗൈസ്. അപ്പോൾ നമ്മുടെ ഓക്കെ, ഇവിടെ എനിമീസ് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് തന്നെ ഇറങ്ങാം. എവിടെയാണ് ഞാൻ എൻ്റെ മെയിൻ സ്പോട്ടിൽ നിന്ന് ഇറങ്ങും. അതായത് ഞാൻ കണ്ടു. ഓക്കെ, സിമ്പിൾ. ഈ നേരം മോനെ മുകളിൽ അതാ അതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ നൈസ്. ഇതേ അടുത്തത് ചാമ്പെടുത്ത് പാവത്തിന് ഇറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇതേ അവൻ റിവൈവ് ചെയ്സ് നല്ല തന്നെ ത്രിബിൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ത്രിബിൾ നോക്കാം. ഓക്കെ, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ് എൻട്രൻസിന് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗെയിമാണ് സംഭവം ഈ അക്കൗണ്ടിലെ. ഓക്കെ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ആൻഡ് ഓക്കെ, P90 മതി. P90 തന്നെ ഗുഡ് ഗൺ. ഓക്കെ, ആൻഡ് ഓക്കെ നമുക്ക് ഗണ്ണും കാര്യങ്ങളും സെറ്റാക്കണം. ആൻഡ് ഓക്കെ, വുഡ് പിക്കർ ഉണ്ട്. ഓക്കെ, നമുക്ക് വുഡ് പിക്കർ എടുക്കാം ഗൈസ്. ആൻഡ് UMP ഞാൻ വലിയ പൊളിയൊന്നുമല്ല. ഓക്കെ, സോ UMPക്ക് പകരം നമ്മൾ നമ്മുടെ P90 ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ ലൂട്ടുണ്ട്, പണ്ടുണ്ടായിരുന്നോ? ഇല്ല എന്നാണ് ഈ സെൻറ്റർ. വേറെ എന്തൊക്കെ കിട്ടിയില്ല എനിക്ക്. ഓക്കെ നൈസ്. ഇങ്ങനെ ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്. ആൻഡ് ബാക്കി കളി ഇപ്പം എന്തൊക്കെ ഉണ്ടാകാൻ പോണ്. ഭയങ്കര ലാഗായിട്ട് തോന്നുന്നു എനിക്ക്. മറ്റേ ഇവിടെ ഫുള്ള് എനിമി. നമുക്ക് പീക്കിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ മറന്നു കേട്ടോ പീക്കിൻ്റെ കാര്യം. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് പ്രാന്താണ് ചേച്ചി ഇവിടെയൊക്കെ. കുറേ നേരമായല്ലോ. ഓക്കെ, നമുക്ക് ഇങ്ങനെ പോവാം. ഇതെന്താ സംഭവം? ഷാഡോ ഇതെന്താ സംഭവം ഇപ്പം ഉണ്ടാവണത്? പക്ഷെ ഒന്നും മനസ്സിലാവണില്ല. നമുക്ക് ഇതെന്താണ് വായിക്കാൻ കൂടെ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണെന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. കോയിൻസ് ആൻഡ് ബോയ് കൊടുക്ക് ഹെഡ് പരിപാടി കഴിഞ്ഞു. ഒരുത്തനുള്ളൂ ഇവിടെ കൊണ്ട് എത്തിക്കാനല്ലേ. പെട്ടെന്ന് നോക്കണ്ട, അടുത്ത എനിമി വന്നിട്ടുണ്ട്. ആൻഡ് അവൻ അടിക്കുന്നുണ്ട്. ഗുഡ് നോക്ക് മാൻ, നിന്നെ കൊണ്ട് പറ്റത്തില്ല മോനെ സാർ. ഓക്കെ ഗൈസ്, ആൻഡ് നമുക്ക് നെക്സ്റ്റ് പരിപാടികൾ കിടക്കുക. കുറച്ച് അതിപ്പോൾ ഞാൻ എന്തിനിട്ടു മീൻസ് അറിയേണ്ടതാണ്. ഓക്കെ, ഇനി ഇവൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ആർസണൽ കേസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർസണലാണ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ. ഇതെന്താ ഡ്രോപ്പാണോ? അപ്പോൾ OP ലൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മറ്റേ സർക്കിളാണെന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കിയൊക്കെ എന്തൊക്കെയാണ് നമുക്കിതൊന്നും കിട്ടാന്നുള്ളത്. ഓക്കെ, ആൻഡ് എന്താണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, 1 2 നോക്കായില്ല. ഒരൊറ്റണം കൂടെ അവൻ രക്ഷപ്പെട്ടു. അതാ ഇങ്ങോട്ട് പോയി.
ഈശ്വര കാണാമല്ലോ ഈശ്വര ഈശേ ജസ്റ്റ് കമ്മോൺ ഒരിടത്ത് ഇതിൻ്റെ ഓക്കെ ഓക്കെ AMW എന്താ ഓക്കെ ഹൻസൊക്കെ വന്നിട്ടുണ്ടാവും. ഏതാണെന്നാണ് ഗ്രോസ് എടുത്താലോ? യെസ് ഗ്രോസ് എടുക്കാം ഗൈസ്. നമുക്ക് ഗ്രോസ് എടുത്തിട്ടുണ്ട്. SDBY കമോൺ അതെടുക്കാം കമോൺ ലെസ്കോ ആൻഡ് ഗൈസ് നമുക്ക് ഇനിയിപ്പോൾ അവൻ എവിടേക്ക് പോയി നോക്കിയോ. ഇതേ പോണു ഇട്ട മോന് ഹെഡ് കിട്ടിയില്ല. പക്ഷേ ഹെഡ് കമോൺ എന്താ ഹെഡ് അടിക്കാതെ ഹെഡ് കിട്ടിയില്ല. കില്ലായിട്ടുണ്ട്. ഓക്കെ വലിയ സീനില്ല. ഹെഡ് എടുക്കുന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കില്ല് കിട്ടി പിന്നെ അല്ല. അതായത് ബാക്കിൽ അടിക്കുന്നു. ഇവിടെ ഓക്കെ നൈസ്. ഇത് അടുത്തവൻ കിട്ടിയില്ല. ഒന്നെൻ്റെ നൈസ്. കമോൺ യെസ് അത് ഞാൻ വെച്ച ഗ്ലൂകളുണ്ട്. ഓക്കെ ഞാൻ വിചാരിച്ചു ഗ്ലൂകൾ വയ്ക്കാൻ മാത്രമൊക്കെ ഫസ്റ്റ് ചെയ്യുന്നില്ലേ, അങ്ങനെ വരാൻ വഴിയില്ല. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പുതിയ ചാനലാണ് എൻ്റെ, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ഫ്രീ ഫയർ പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒപ്പമാണ് കളിക്കാൻ. കമോൺ ലെറ്റ്സ് ഗോ. ഞാൻ മെയിൻലി കണ്ടൻ്റായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ഗെയിംസും. ആൻഡ് ലൈവുകൾ അധികം ഉണ്ടാകുന്നതല്ല. ഓക്കെ ഇത് നമ്മുടെ M90 M10 അങ്ങനെ തുറന്നു ഗണ്ണായിരുന്നില്ല. പക്ഷേ എൻ്റെ പേര് പറഞ്ഞാൽ അതെടുക്കണോ? ഓക്കെ അടുത്തോളം ഓക്കെ നൈസ്. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തായിരുന്നു M101 എന്താ അങ്ങനെ എന്താണ്. ഓക്കെ പോട്ടെ. ഞാൻ വെച്ച സാധനം തന്നെ എന്താ മണ്ടയ്ക്ക് ഞാൻ പേടിച്ചു പോയി. ഓക്കെ കുറച്ച് ആമോ എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് വഴിയുണ്ട് വിട്ടേക്കാം. അവിടെ ആരും ഉണ്ടല്ലോ. ഓക്കെ കമോൺ നെക്സ്റ്റ് അവൻ അടിച്ചവനതുണ്ട്. അതിനൊക്കെ മുന്നേ അവിടെ ആരാ അടുത്തവൻ മിണ്ടാണ്ട് അവനടിക്കുന്നുണ്ട്. യാ ആളെ മനസ്സിലായിട്ടുണ്ട്. കമോൺ ഓക്കെ പ്രോയെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ഒരേ ഒരു വഴിയാണ്. എൻ്റെ അടുത്ത് മറ്റേ സ്കില്ലാണല്ലോ. എൻ്റെ അടുത്ത് പണ്ട് ഒരു സ്കില്ലുണ്ടായിരുന്നു. അത് കുഴപ്പമില്ലാത്തൊരു സ്കില്ലാണ്. ഞാൻ ആ മറ്റേ സംഭവം അവിടെ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് അടിച്ചതിന് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ടെലിപ്പോർട്ട് ആവാമല്ലോ. ഓക്കെ അവൻ എൻ്റെ അടുത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്. കമോൺ പാടാ. അതായത് അവിടെ നിന്ന് അടി വരുന്നവനും പാവട്ടോ. ഞാൻ രക്ഷിച്ചക്കട പിന്നെ. ഓക്കെ എൻ്റെ അവൻ ഇങ്ങോട്ട് വന്നില്ല. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി ചമ്പളവനെ പോടെ കിടന്നു. ഇനി കൊണ്ടൊന്നും നടക്കില്ല. അവനിങ്ങനെ ഗ്ലൂവിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഗ്ലിച്ചായേ മതിയായിരുന്നു. ഹാക്കേഴ്സ് ആണെങ്കിൽ എന്തായാലും നമുക്ക് അടിച്ചിട്ടായിരുന്നു പറ്റില്ല. ഗ്ലിച്ചായിരിക്കും എന്തായാലും. ഗ്ലൂവലിൻ്റെ ഇടയിൽ കൂടെ അവൻ കയറുന്നു. ഞാൻ 2 ഗ്ലൂവുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ എന്തായാലും ആട്ടെ. അടി അയ്യോ റേഞ്ചില്ലാത്ത ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ മോനെ ജാതി. സംഭവം പ്രോൻ്റെ കൂടെ ഒന്നുമല്ല കളിക്കുന്നത്. പക്ഷെ എന്നാലും എന്താണെന്നറിയില്ല നമ്മൾ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ. യെസ് അടുത്ത ആൾ ഹെഡ് കിട്ടും. ഹെഡ് പിന്നെ അല്ലേ നിന്നങ്ങോട്ട് തരികയാണ് പൊട്ടന്മാർ. നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെ നിൽക്കാം. സെയിം ഡൂട്ടാണ് കേട്ടോ. ഇതേ അടുത്തവൻ. ഓക്കെ അടിക്കട തന്നെ അടിക്കടാ. ഇനി കൊണ്ടൊന്നും നടക്കില്ല മോനോസ്. വേണ്ട നമുക്ക് ഇതേ അടുത്തത്. ബ്രോ വൈ ദിസ്. നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിനി അടുത്ത ആൾക്കാരുണ്ടോ എന്ന് നോക്കാം. ഗൈസ് കമോൺ ഹെഡ് ഹെഡ് കിട്ടിയില്ല. ഇനി അവനൊന്ന് പറ്റിച്ചേക്കാം. പാവഞ്ഞി ഇപ്പുറത്ത് കൂടെ വരും മിക്കവാറും. പൊട്ടന്മാരാണ്. കണ്ട പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതാരാണിത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അറിയാണ്ട് ഗ്ലൂകൾ വെച്ച് പണ്ടത്തെ കളിയിൽ ഓർമ്മയിൽ ഗ്ലൂകൾ വെച്ച്
ഇനി 2 ഷോട്ടിന് മാത്രമേ ഉള്ളൂ. ഓക്കെ നൈസ് പരിപാടി കഴിഞ്ഞു. ആൻഡ് വി ആർ ദ വിന്നേഴ്സ് ഗൈസ്. ഇതൊക്കെ എന്ത് ആദ്യത്തെ കളി ചെയ്തുകൊണ്ടാണ്, ബാക്കിയാണ് പ്രശ്നം. ഓക്കെ അങ്ങനെ നോക്കി നമ്മൾ 20 കില്ലെടുത്തിട്ടുണ്ട്. പരിപാടി തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ യെസ് ലെവൽ 4 എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ. ആൻഡ് നമുക്ക് കുറച്ച് സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ലീവ് ചെയ്യാം. ആൻഡ് റീസെറ്റിലോട്ട് പോകാൻ പറയുന്നുണ്ട്. ഇവിടെ ആക്ച്വലി നമുക്ക് നമ്മുടെ പെറ്റും കാര്യങ്ങളും ഓക്കെ ക്യാരക്ടർ മാറ്റാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവൻ കൊള്ളാം, നമുക്ക് ഇവനെടുത്താലോ കൊള്ളാം. അപ്പിയറൻസ് ടച്ചിൻ്റെ ആവശ്യം ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇവനെടുക്കാം ഒരു രസത്തിന് വേണ്ടി. ഷിറോ എന്നാണ് അവൻ്റെ പേര്. ഓക്കെ ഷിറോവിൻ്റെ അടുത്തിട്ടുണ്ട്. വിത്ത് നമുക്ക് അവർ ഡിഫോൾട്ടായിട്ട് തന്നൊരു പെറ്റാണ്. സോ നമുക്ക് വേറെ പെറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗെയിം ഗൈസ് നമുക്ക് ക്ലാഷ് സ്ക്വാഡ് കളിക്കാം ഗൈസ്. ബാറ്റിൽ റോയൽ ഒരെണ്ണം കളിച്ച് ജയിച്ചിട്ടാണ് ഗൈസ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലാഷ് സ്ക്വാഡ് കളിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതിലില്ലേ നമുക്ക് പുതിയ എന്തൊക്കെ നക്ഷത്രമായിട്ടുള്ള സാധനം കിട്ടി. അതാണ് നമ്മുടെ വെപ്പൺ എന്ന് തോന്നുന്നു. മറ്റേ M500 കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്തോ ഒരു ഇവൻ്റ് വരെ എന്തോ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. സോ വി ആർ ഗോൺ ഗോ ഗൈസ്. ഓക്കെ ഓക്കെ ഓ ഇതിങ്ങനെയാണോ? ഇത് കഷ്ടമാണുള്ളത്. കൺട്രോളൊന്നും കിട്ടണ്ട ഗൈസ്. പെട്ട് ഓക്കെ ഓക്കെ കിട്ടി. ഇനി വേറെ ഞാൻ അറിയാണ്ട് സ്കില്ലിലേക്ക് പിടിച്ചാൽ മതി. ശേ ഓക്കെ റിക്കവർ അവർ സെൽഫ്. അയ്യോ ഇപ്പം തീർന്നു. യവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ശേ എന്നിട്ട് സ്റ്റൂപ്പർ ഗൈസ്. ഓക്കെ അത് വിട്, നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഗണ്ണെങ്കിലും ശരിയാവുള്ളൂ. ഇത് നമുക്ക് റെഡി ആവണില്ല. ഓക്കെ ഇവൻ എടുത്തിട്ടുണ്ട്. അടുത്ത ആൾ എന്താ ചെയ്യുന്നത്? ഓക്കെ ഇനി ഒറ്റ ഉള്ളൂ അവന്മാരുടെ ടീമിൽ. ഇപ്പം അവന് വേണ്ടിയിട്ടുള്ള തെരച്ചിലായിരിക്കും. ഓക്കെ കണ്ടുപിടിക്കുക ഗൈസ്. ആരാണ്ട് മാർക്ക് ചെയ്ത് ഇതേത് പോണു. പോ നൈസ്. കണ്ണും കാണില്ല. ഇത് എന്താ കാണിക്കുന്നത്? ഓക്കെ നൈസ്. മോൻ പരിപാടി തന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഫസ്റ്റ് ക്ലാഷ് കോഡാണ് ആക്ച്വലി ഈ ഒരു അക്കൗണ്ടിൽ. ആൻഡ് ഞാൻ നല്ല അടിപൊളിയായിട്ടാണ് വെള്ളത്തിലായത്. ഓക്കെ അതൊന്നും സീനാക്കണ്ട, നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ ആൻഡ് നമ്മൾ ഇപ്രാവശ്യം ബൈസൺ എടുത്തിട്ടുള്ളത്. ബൈസൺക്ക് കളിച്ച കാലം മറന്നു, മൊത്തം കാലം മറന്നു. അപ്പോൾ പിന്നെ ബൈസൺ എടുക്കാൻ വിചാരിച്ചു. ആൻഡ് സ്കിന്ന് കൊള്ളാട്ടോ. ആൻഡ് വലിസ്കോ ഇവിടെ നിന്ന് അടിച്ചിട്ടോ ഇതെന്ത് ഓക്കെ. പക്ഷേ അവനവിടെ നിന്നാണ് വെച്ചല്ലേ എനിമിക്ക് എളുപ്പമായിട്ട് നമ്മളെ അടിച്ചിട്ടത്. എന്തത്? ഓക്കെ അവൻ നമ്മൾ രക്ഷിക്കുന്നുണ്ട്. കേസ് നമ്മളെ പൊക്കിയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹെൽത്ത് കയറ്റിയെടുക്കാം. ഓക്കെ മീൻസ് പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടായി റീഫിലായിരുന്നുണ്ട് ഹെൽത്ത്. എന്നിട്ട് നമുക്ക് അടിക്കാൻ നമുക്ക് കേട്ടോ. ബാക്കി 4 എനിമിയാണ് ഗൈസ്. ഇവന്മാരെന്തടിയാണ് ഗൈസ് ഇത്? ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി. തീരുമാനം ഓക്കെ ഗൈസ്. എൻ്റെ ഈ സ്കില്ല് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? അവന്മാരാണ് ഈ ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞു. ഇത് പെട്ടല്ലോ. ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. പക്ഷെ വേറൊരു വഴിയില്ല. അവിടുന്ന് വടി വരും, ഇപ്പുറത്തുനിന്ന് വടി വരും. ഓക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. ബാക്കിൽ നിന്നാണ് അടിച്ച്. അവൻ ഹെഡ് നോക്കി തന്നു. ഇതിനുള്ളത് അവന് കൊടുത്തിരിക്കും നമ്മൾ. ഇത് പറഞ്ഞതാണ് കൊടുത്തിരിക്കുന്നു. ഇത് നേരെ അവന്മാരെ കണ്ണാക്കിയിട്ട് പൊട്ടിച്ചിട്ട് വരാൻ. ഇത് പറഞ്ഞ മാതിരിയാണ് ഉറപ്പാണ്. MP5 കയ്യിലിരിക്കുന്നത്. അവന്മാർക്ക് അറിയില്ല നമ്മളെന്ന്. ഓക്കെ അങ്ങനെ നമ്മൾ വരട്ടെ അവന്മാർക്കുള്ള വീഴുന്നോടെ കൊടുക്കും. ഇതേ അടുത്തത് oh yes, come on, let's go. One down, second one down, come on, and third. കിട്ടി. Yes, third one down. ഇത് ട്രിപ്പിൾ അടിച്ചിട്ടുണ്ട്. MP5 മതി. UMP ഞാൻ അത്ര പ്രോ അല്ല കേട്ടോ, ഇപ്പം തന്നെ പറയുന്നുണ്ട്. സുഹൃത്ത് ഇപ്പം അതിൻ്റെ മണ്ടയ്ക്കാണ്. ഇപ്പോഴത്തെ ഗ്ലൂകളൊക്കെ വെച്ചിട്ടാണ് സെക്കൻഡ്
നമ്മുടെ കൂടെ MP5 അല്ലേ, എന്തിന് പേരെന്ത് മറന്നു, MP4. ഓക്കെ, അത് ശരിയാണല്ലോ, രണ്ടിനും പേരാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഏസ് അടിച്ചിട്ടുണ്ട്, എൻ്റെ അവൻ്റെ ഗണ്ണിങ്ങനെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞതാണ്, പിന്നെ അല്ല ഏസ് അടിച്ചു, പിന്നെ അല്ല അവന്മാർക്ക് അണ്ണാക്കിൽ വെടി പിടിച്ചു. ഓക്കെ, സോ നമ്മുടെ ഗണ്ണ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആക്ച്വലി എനിക്ക് MP5 ആവശ്യമില്ലല്ലോ, നമുക്ക് MP5 ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ നൈസ്, ആർക്കും വേണ്ടത് നമുക്ക് തന്നെ എടുക്കാം. MP5 അല്ല, സോറി MP40 ആണ്. കമോൺ, ടച്ച് വിട്ടപ്പോൾ ഒരു വലിക്ക് ഓർമ്മയില്ല. ഓക്കെ, ആർക്കും വേണ്ടതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ MP40. ഞാനത് യൂസ് ചെയ്യുന്നുണ്ടാവില്ല, നമുക്ക് നമ്മുടെ MP5 തന്നെ മതി. അത് അൾട്രാ പ്രോ മാക്സ് അപ്ഗ്രേഡർ ലെവലിലാണ് നിൽക്കണത്. ഓക്കെ, സോ ഇപ്പം തന്നെ ആരാണൊക്കെ ഡെഡായി. സോറി, നല്ല ടീമാണ് ഈ നമുക്ക് കിട്ടുന്നത്. പെട്ടന്മാരാണ് കളിക്കാൻ അറിഞ്ഞൂടാ, ചാടിയതുമില്ല, അത് പെട്ടു ചെറുത്. ഓക്കെ, ഇതേപോലെ. ഓക്കെ, നെക്സ്റ്റ് ഡൗൺ ടു രണ്ടെണ്ണത്തിന് നോക്ക് ചെയ്തിട്ടുണ്ട്. സിമർദിനി ഇതിപ്പോൾ ഇവിടെ എനിക്ക് 2 കിലോ കിട്ടുമായിരിക്കുമല്ലേ. ഇത് ഓ അമ്മ ഒരു ലക്ഷട്ടീസ്. എനിക്ക് ഇതിൽ കൂടെ പോകാൻ നോക്കാം. സ്കിൽ കമോൺ. യെസ്, ഇവിടെ ആരുമില്ല, അപ്പുറത്താണല്ലേ. ഇതിപ്പോൾ അമ്മമാർ അറിയാത്ത രീതിയിൽ വേണമെങ്കിൽ സോമന്മാരടിക്കും. ഇതിൽ കൂടെ പോവാം. ഓക്കെ, ചല്ലോ. യെസ്, 1 ഡൗൺ അഗെയിൻ. ഇത് ഈസിനുള്ള ചാൻസാണ്. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവാം. ആൻഡ് അണ്ണെന്താ ലാഗ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഡേയ്സ്, രണ്ടാമത്തെ ഏസ് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടീമാണ്. സോ ഇതൊക്കെ സില്ലി മാറ്റർ. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് പോകാൻ ഞാൻ മിക്കവാറും പോകുന്ന സ്ഥലമാണ് ഈ ഒരു കമ്പിയുടെ മണ്ടയ്ക്ക്. എന്നിട്ട് ഇവിടെ നിന്നാൽ മതി, വരും അവന്മാർ ഇങ്ങോട്ട് വരും. സംഭവം എന്താണെന്ന് അവന്മാർ ഇങ്ങോട്ട് വരും, അപ്പുറത്ത് കൂടെ കറങ്ങി തിരിഞ്ഞ് അവന്മാർ ഇങ്ങോട്ട് വരും. ഞാൻ കാണിച്ചാലോ. ന്യൂബുകളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നടുവിൽ വന്നിട്ടാണ് അടി അടിക്കുക. മറ്റവന്മാരൊക്കെയാണ് തലയെറിഞ്ഞ് വന്നിട്ടൊക്കെ അടി അടിക്കും. ഞാൻ മിണ്ടാണ്ട് ഇവിടെ എന്നിട്ട് ഹെഡ് കൊടുക്കുന്നത് ഈസിയാണ് ഇവിടുന്ന് ഹെഡ് കൊടുക്കാനായിട്ട്. സോ ഇപ്പം തന്നെ 2 പേര് നോക്കായിട്ടുണ്ട്. ആൻഡ് ഇനി ഇറങ്ങിപ്പോണത് കൊണ്ട് കുഴപ്പമില്ല. ബട്ട് മെല്ലെ ഇറങ്ങുന്നത് നല്ലത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടീംമേറ്റ്സിനൊക്കെ ഇപ്പോൾ അവന്മാരടിച്ചിടും. ഇവിടെ ആരും ഇല്ലല്ലോ, അവൻ അവിടെയാണ്. ഇവിടെ ബ്ലൂ വേൾഡ് അടിക്കാന്നുണ്ടോ, അതിൻ്റെ അടി അപ്പുറത്ത് അവൻ പോകുന്നുണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് പോവാം. പക്ഷെ ഇവിടുന്നാണല്ലോ അടി വരുന്നത്, ഇതിൻ്റെ അപ്പുറത്താണ് ആണല്ലോ. യെസ് ബൂയാ, യെസ് ലെറ്റ്സ് ഗോ. ദിസ് ഗൈസ് MVP ആയിട്ടുണ്ട്. 11 എലിമിനേഷൻസ് ആൻഡ് 2 അസിസ്റ്റ്. യെസ്, ഓക്കെ. ആൻഡ് ഈ ഒരു വീഡിയോയോട് കൂടെ ഇന്നത്തെ നമുക്ക് എപ്പിസോഡ് ഇവിടെ നിർത്താം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനി പുതിയ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. എൻ്റെ ഐഡിയ എല്ലാവരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ റിക്വസ്റ്റ് അയച്ചാൽ മതി, നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് കൂടെ കളിക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അടിപൊളിയാണ്, ഇനി അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ. അതുവരേക്കും ബൈ.